എല്ലാവർക്കും SR കറിവേടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു രസം. അത് ഈസിയായി ഉണ്ടാക്കുന്നത്. അതിനായി എടുത്തിരിക്കുന്നത് 3 തക്കാളി, 1 പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 10-15 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഞാനിതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക ചെയ്യണം. ചതക്കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യാട്ടോ. കുരുമുളകും ജീരകവും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായി ഒന്ന് ചതച്ച് എടുക്കുക. ഏത് പാത്രത്തിലാണ് രസം വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഈ ചതച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും ആഡ് ചെയ്യുക. കാൽ ടീസ്പൂൺ കായപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ 2 പ്രാവശ്യം പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടിട്ടാ. പുളിയുടെ എല്ലാതും ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഞരടി കൊടുക്കുക. ഇതുപോലെ അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാട്ടാ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഗ്യാസിൽ വയ്ക്കുക. ഇതൊന്ന് തിളച്ച് തക്കാളി ഉടഞ്ഞ പരുവം ആവുമ്പോൾ ഇതുപോലെ ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസം, നല്ല ടേസ്റ്റുമാണ്. ഇനി അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് വറവിടുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ രസം ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.